ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ആ പരമചൈതന്യത്തിലാണ് നാം ഇരിക്കുന്നത്. നമ്മിൽ അത് നിറഞ്ഞിരിക്കുന്നു. അകത്തും പുറത്തും അതിൻ്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനെ മാത്രം നാം അറിയുന്നില്ല. ഒരു മത്സ്യത്തിൻ്റെ അവലംബം എപ്രകാരമാണോ വെള്ളം, അതുപോലെ നമ്മുടെയൊക്കെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നത് ആ പരമചൈതന്യമാണ്. ഈ ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. അതുകൊണ്ട് അതിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ഒരു കവി പറയുകയാണ്. നേരായതൊന്നുതാൻ ആനന്ദസാരം, സീമയറ്റദ്വൈത ബ്രഹ്മസ്വരൂപം, താനേയതിൽ പൊന്തിമായുന്നു സർവം എന്നറിഞ്ഞിടണം നമ്മളെല്ലാം. നേരായി അതൊന്നു താൻ ആനന്ദസാരം, താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം, തന്നിൽ താനായി അറിഞ്ഞിടേണ്ടുന്ന സത്യം. താൻ തന്നെയാണ് അത് എന്ന പരമസത്യം നമ്മൾ ബോധിക്കണം. താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം, തന്നിൽ താനായി അറിഞ്ഞിടേണ്ടുന്ന സത്യം. താൻ അറിയേണ്ട പരമസത്യം അതാണ്. താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം, തന്നിൽ താനായി അറിഞ്ഞിടേണ്ടുന്ന സത്യം. നേരായതൊന്നു താൻ ആനന്ദസാരം, സീമയറ്റദ്വൈത ബ്രഹ്മസ്വരൂപം. അതൊന്നു മാത്രമാണ് പരമാനന്ദത്തിൻ്റെ സാരം. നേരായതൊന്നു താൻ ആനന്ദസാരം, അത് ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയാണ്. സീമയറ്റ അദ്വൈത ബ്രഹ്മസ്വരൂപം, അതിരുകളില്ലാത്ത ബൃഹത്തായിരിക്കുന്ന എങ്ങും നിറഞ്ഞിരിക്കുന്ന ശക്തിവിശേഷത്തിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മം അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. അതാണ് സീമയറ്റ അദ്വൈത ബ്രഹ്മസ്വരൂപം. അദ്വൈതമായിരിക്കുന്ന രണ്ടാമതൊന്നില്ലാത്ത, അതിൽ നിന്ന് വേറെ അല്ല ഈ പ്രപഞ്ച ഒന്നും തന്നെ. നീരാവിയും ജലവും ഐസും പോലെ സർവസ്വവും അത് തന്നെയാണ്. സീമയറ്റ അളവില്ലാത്ത അദ്വൈത ബ്രഹ്മസ്വരൂപം, രണ്ടാമതൊന്നില്ലാത്ത ബ്രഹ്മസ്വരൂപമാണ്. താനേ അതിൽ പൊന്തിമായുന്നു സർവം, അതിൽ പൊന്തിയിട്ടാണ് സർവവും. ഒരു വെള്ളത്തിൽ കുമിളയുണ്ടാകുന്നത് പോലെ ആ വെള്ളത്തിൽ നിന്ന് വെള്ളം തന്നെ കുമിളയായി രൂപാന്തരപ്പെട്ട് കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം ആ കുമിള പൊട്ടി ആ വെള്ളത്തിൽ തന്നെ ലയിക്കും. ഇപ്രകാരമാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കുന്നത്. നാം അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വെള്ളത്തിൽ നിന്നൊരു കുമിളയുണ്ടായതുപോലെ കുറച്ചു കാലം നമ്മൾ നിലനിൽക്കുന്നതും അതിൽ തന്നെയാണ്. അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നാം ഇവിടെ ഇരിക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ. അതിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒന്നും തന്നെ ഇവിടെ സാധ്യമല്ലതാനും. താനേ അതിൽ പൊന്തിമായുന്നു സർവം, അതിൽ തന്നെ വെള്ളത്തിൽ കുമിളയുണ്ടാകുന്നത് പോലെ അതിൽ നിന്ന് പൊട്ടി മുളച്ചതാണ് നാമെല്ലാം. അതിൽ തന്നെ കുറച്ചു കാലം നിലനിൽക്കുകയും അതിൽ തന്നെ നശിക്കുകയും ചെയ്യുന്നു. ഇതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം. നമ്മൾ ഓരോരുത്തരും ആ ആത്മസ്വരൂപമാണ്. താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം, തന്നിൽ താനായി അറിഞ്ഞിടേണ്ടുന്ന സത്യം. തന്നിൽ തന്നെയാണത്. അതാണ് നാം അറിഞ്ഞിടേണ്ടുന്ന പരമസത്യവും. നേരായി അതൊന്നുതാൻ ആനന്ദസാരം. സത്യം പറയുകയാണെങ്കിൽ അത് തന്നെയാണ് പരമാനന്ദത്തിൻ്റെ സത്തയായിരിക്കുന്നതും. സീമയറ്റ അദ്വൈത ബ്രഹ്മസ്വരൂപം, അളവില്ലാത്ത ആ ബ്രഹ്മസ്വരൂപവും. ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ല, ഏകം തന്നെയാണ്. അത് തന്നെയാണ് സർവവും.
അതാണ് സീമയറ്റ അദ്വൈത, രണ്ടാമതൊന്നില്ലാത്ത ആ ശക്തി മാത്രമാണ് ഇവിടെയുള്ളത്. സീമയറ്റ അദ്വൈത ബ്രഹ്മസ്വരൂപം, ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് ഇവിടെ എങ്ങും നിറഞ്ഞിരിക്കുന്നത്. താനേ അതിൽ പൊന്തിമായൊന്നു സർവം, അതിൽ നിന്ന് പൊന്തി അതിൽ നിലനിന്ന് അതിൽ തന്നെ ലയിക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ലേ പരമസത്യം? ഇതൊന്ന് വിചിന്തനം ചെയ്ത് നോക്കൂ. നാം ഈ ദേഹബോധത്തിൽ നിന്നും വിട്ട് ഈ ഭാവത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ആ പരമസത്യം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നമുക്കനുഭവമാണ്. അപ്പോൾ ഇതിനെയെല്ലാം സാക്ഷിഭാവത്തിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. നമ്മൾ കക്ഷിയായി ഞാൻ തന്നെയാണ് എന്ന ബോധം വരുമ്പോഴാണ് നമുക്ക് ഇവിടെ തെറ്റിദ്ധാരണയ്ക്ക് അവകാശം. എന്നാൽ നാം ശരിയായി ബോധിക്കുമ്പോൾ നാം തന്നെയാണത്, അതിൽ നിന്ന് വേറെ ഒന്നല്ല നാം ഓരോരുത്തരും. ഇതാണ് ഭഗവത്ഗീത നമ്മെ വിളിച്ചറിയിക്കുന്നത്. ഭഗവത്ഗീത എന്നത് അദ്വൈത അമൃതവർഷിണി, അദ്വൈതമാകുന്ന അമൃത് വർഷിക്കുന്നതാണ് ഭഗവത്ഗീത. ആ ഗീതാസാരമാണ് നമുക്ക് ഇതിലൂടെ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അതിനാൽ നാം നിരന്തരം മനനം ചെയ്ത് നമ്മുടെ മനസ്സിനെ ഏതേത് വിഷയങ്ങളിൽ ഒട്ടി നിൽക്കുന്നുവോ അതിൽ നിന്നെല്ലാം വിടർത്തി ആ പരമസത്തയിലേക്ക് നാം തന്നെ പ്രവേശിപ്പിക്കണം. അത് നാം തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് വിട്ടുപോന്നു, നമ്മൾ അജ്ഞാനം കൊണ്ട് വിട്ടുപോന്നു. ഇനി നാം അതിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നാം രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു, സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ എന്തെല്ലാം കാണുന്നു? അവിടെ ചിരിയും കളിയും അതുപോലെ കരച്ചിലും ദുഃഖവും സുഖവും എല്ലാം സ്വപ്നമണ്ഡലത്തിലുണ്ട്. പക്ഷേ ഉണർന്നു കഴിയുമ്പോൾ അവയെല്ലാം മിഥ്യയായി അനുഭവമാകുന്നു. അവയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്രകാരം ഈ ജാഗ്രത അവസ്ഥയിൽ നാം അനുഭവിക്കുന്നതെല്ലാം പരമസത്യത്തിലേക്ക് ഉണരുമ്പോൾ സ്വപ്നം സമാനമായിട്ട് ഈ ജാഗ്രതത്തിലെ ബന്ധങ്ങളും ഈ ജാഗ്രതത്തിലെ അവസ്ഥകളും സുഖദുഃഖങ്ങളും എല്ലാം നമുക്ക് അനുഭവമാവുക. ആ സത്യത്തെ ബോധിക്കാൻ വേണ്ടിയാണ് ഈ മർത്യദേഹം നമുക്ക് തന്നിരിക്കുന്നത്. ആ കഴിവുകളോട് കൂടിയാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പരമസത്തയെ ബോധിച്ച് ആ പരമാനന്ദ സ്വരൂപം അനുഭവിച്ചുകൊണ്ട് പൂർണ്ണരായി നാം സംതൃപ്തരായി ഈ പ്രപഞ്ച ലീലകളെ കണ്ട് ആസ്വദിച്ച് ജീവിക്കാനാണ് നമ്മോട് മഹത്തുക്കൾ ഉപദേശിക്കുന്നത്. അതിനാൽ താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം നമ്മൾ മനനം ചെയ്യണം. ഓരോന്നും കേൾക്കുമ്പോൾ താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം, തന്നിൽ താനായി അറിഞ്ഞിടേണ്ടുന്ന സത്യം, നേരായി അതൊന്നു താനാനന്ദസാരം, സീമയറ്റദ്വൈത ബ്രഹ്മസ്വരൂപം. താനേ അതിൽ പൊന്തി മായുന്നു സർവം, സർവവും അതിൽ തന്നെ പൊന്തി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം എപ്പോഴും ബോധിച്ചുകൊണ്ടേ ഇരിക്കണം.